ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, ചിക്കൻ ഡോണറ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാവില്ല, അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിന് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അരച്ചെടുക്കണം. ചിക്കന് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എന്താ പറയുക, വലിയുള്ളി, അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ സൈഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ എല്ലാവരും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കസൂരി മത്തി, പിന്നെ ഗരം മസാല പൗഡർ, ഫെനൽ സീഡ്, ചില്ലി ഫ്ലിക്സ്, ഇത് നാലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ മസാലയൊക്കെ ആവശ്യമുള്ളവർക്ക് ബാക്കി മസാല പൗഡറൊക്കെ, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തത്. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് തോന്നിയിട്ട്, ഒരുപാട് മസാല ഒന്നും ചേർക്കാതെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 ബ്രെഡാണ് ഇപ്പോൾ എടുത്തത്. ഇനി ഇതിൻ്റെ ഈ ഒരു മിക്സ് ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഏകദേശം ഒന്ന് നല്ലോണം അരഞ്ഞ് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോൾസുകളാക്കി എടുക്കാം. എന്നിട്ട് ഇത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കും ഞാൻ ഓയിൽ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഒന്ന് കയ്യിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതെല്ലാം ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മളിതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രീസറിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതൊന്ന് സെറ്റായി കിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. എല്ലാം നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്ത് ആദ്യം ഒന്ന് മൈദയിൽ ഒന്ന് ഡാബ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് ഡാബ് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റിയെടുക്കുക. ചിക്കൻ കുക്കാകത്തുകൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുറമേ നല്ല ക്രിസ്പി ഉണ്ട്, പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. അസ്സലാമു അലൈക്കും.